എക്സാം അടുക്കാറായതിൻ്റെ ടെൻഷനിലായിരിക്കും, അല്ലെങ്കിൽ എക്സാം അടുക്കാറായതിൻ്റെ ലാസ്റ്റത്തെ ദിവസങ്ങളിലുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ആശ്വസിക്കാനും അല്ലെങ്കിൽ കുറച്ച് സന്തോഷിക്കാനുള്ളൊരു കാര്യമാണ് മിസ് പറയുന്നത്. അതായത് നമ്മൾ കുറേ ആയിട്ട് പറയുന്നുണ്ടല്ലേ, നമ്മുടെ അഗ്നി ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ, നെക്സ്റ്റ് ഇയറിൻ്റെ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. ഇപ്പോൾ ഓഫർ ഫ്രീ ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഓഫർ ഫീ ഇനി മാർച്ച് 20 വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മാർച്ച് 20 കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഫീയിലേക്ക് നമ്മൾ പോകുന്നുണ്ടാകും. അപ്പോൾ ഓൾറെഡി നമ്മളുടെ എക്സാം വിന്നറിൻ്റെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ പറഞ്ഞിട്ടും ഒക്കെ അറിയുന്നുണ്ടാവും, നമ്മളുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ച് സ്റ്റുഡൻസിൻ്റെ റിസൾട്ടാണിത്. ഓക്കെ, ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ള നമ്മുടെ ബാച്ച് സ്റ്റുഡൻസ് ആണ്. നമ്മൾ യൂട്യൂബിലെ കണക്കൊന്നും എടുത്തിട്ടില്ല, അത് നമ്മുടെ +2 ബാച്ചിലെ സ്റ്റുഡൻസിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ റിസൾട്ടൊക്കെ നിങ്ങൾക്കും നമ്മുടെ എക്സാം വിന്നറിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതിനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മുതൽ തന്നെ പ്രോപ്പറായിട്ട് പഠിക്കണം. അങ്ങനെ ഫസ്റ്റ് മുതൽ ഇത് ലൈവ് ക്ലാസ് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും, ഇനി അതിൻ്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, വർക്ക്ഷീറ്റും എക്സാംസും ഒക്കെ വെച്ച് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് നല്ല മാർക്സ് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫുൾ മാർക്കിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അഗ്നി ബാച്ചിലുണ്ടാവും. ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഗ്നി ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് മാർച്ച് 30. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഓഫർ ഫീ മാർച്ച് 20 വരെ ഉള്ളതെന്ന് മിസ് പറഞ്ഞത്. അപ്പോൾ മാർച്ച് 30 നമ്മുടെ അഗ്നി ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത മക്കൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആയിരിക്കും. ഇനി എക്സാം ഒക്കെ കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന മക്കളാണെങ്കിൽ മക്കളെ, മാർച്ച് 20 മുൻപ് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഫീൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഈ ബുക്ക് സെറ്റ് ഇപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ബുക്ക് സെറ്റ് നിങ്ങൾ അഡീഷണൽ പ്രൈസ് കൊടുത്ത് വാങ്ങണം. അപ്പോൾ ബുക്ക് സെറ്റ് എക്സ്ട്രാ വാങ്ങണം, നമ്മുടെ ഫീസിലും വ്യത്യാസം വരും. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. എക്സാമൊക്കെ കഴിഞ്ഞ് ബാച്ച് ലോഞ്ചൊക്കെ കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം. ഇനി അതല്ല, ഈ ഓഫറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം മിസ് എന്തിനാ വേഗം തന്നെ മെസ്സേജ് അയക്കണേ? കാരണം മാർച്ച് 20 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ എക്സാം ഡേയ്സ് ആണ്. അപ്പോൾ ഈ ഒരു എക്സാം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓർക്കണമെന്നില്ല എപ്പോഴാണ് ഈ ഒരു ഓഫർ തീരുന്നത്, എപ്പോഴാണ് നമ്മുടെ ബാച്ച് ലോഞ്ച്, അതൊന്നും നമ്മുടെ തലയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ പഠിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പം നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബൊക്കെ നോക്കി പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, പണ്ടത്തെ ക്ലാസ്സിൻ്റെയൊക്കെ നോട്ട്സ്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു എക്സാം എടുത്ത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ നടത്തിയിട്ടുള്ള മോഡൽ എക്സാം ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ബാച്ചിൽ അഡ്മിഷൻ എടുത്തെങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ യൂസ് ഉണ്ടാവുള്ളൂ. താല്പര്യമുള്ള മക്കളാണെങ്കിൽ ലേറ്റ് ആകാതിരിക്കുക. ഈ എക്സാം ടെൻഷനിൽ ഒരിച്ചിരി സമാധാനം, നെക്സ്റ്റ് ഇയർ ഞങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കും എന്നുള്ളൊരു സമാധാനം എൻ്റെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇനി മിസ് ഞങ്ങൾ കൊമേഴ്സ് ആണെങ്കിലോ, കൊമേഴ്സിൻ്റെയും നമ്മുടെ ബാച്ചുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നീറ്റ് പഠിക്കാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല, +1 +2ൻ്റെ സെയിം സിലബസാണ് നീറ്റ് എക്സാമിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പൃഥ്വി ബാച്ചുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് JEE ആണെങ്കിൽ യോധ ബാച്ചുണ്ട്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.